ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബുവിന് ജാമ്യമില്ല. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളി. ഷമീർ അബ്ദുൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷമീർ, മുരാരി ബാബു ജയിലിൽ തുടരണം. തീർച്ചയായിട്ടും ബിനിൽ, മുരാരി ബാബുവിന്റെ രണ്ട് കേസുകളിലും ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. ദ്വാരപാലക കേസിലും കട്ടളപ്പാളി കേസിലുമാണ് ഈ മുരാരി ബാബു പ്രതിയാണ്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടിയാണ് മുരാരി ബാബു. മുരാരി ബാബുവിന് ജാമ്യം നൽകരുതെന്ന് ഇന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. മുരാരി ബാബുവിന് ജാമ്യം അനുവദിച്ചാൽ അത് ഉന്നതതലത്തിൽ ഈ കേസ് അട്ടിമറിക്കാൻ കാരണമാകും എന്നും പറയുന്നു. എന്തായാലും ഈ കേസിൽ നേരിട്ട് ബന്ധം മുരാരി ബാബുവിനുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇതാണ് പ്രോസിക്യൂഷന്റെ വാദവും ഇത് തന്നെയായിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലുള്ള കടമ മാത്രമാണ് താൻ ചെയ്തതെന്നാണ് കോടതിയിൽ മുരാരി ബാബുവിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ പറഞ്ഞത്. എന്തായാലും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ചുമതല ഏൽക്കും മുമ്പ് തന്നെ ഈ നടപടികൾ തുടങ്ങിയിരുന്നു എന്നും പറയുന്നു. എന്തായാലും രണ്ട് കേസിലും ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. ഇനി പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് മുരാരി ബാബു നടത്തിയ കാര്യങ്ങൾ പത്മകുമാറിനോട് ചോദിച്ചറിയണം. പത്മകുമാർ ഇപ്പോൾ കസ്റ്റഡിയിലാണുള്ളത്. പത്മകുമാറിനോട് ചോദിച്ചറിയേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ രണ്ട് കേസിലും ജാമ്യം തള്ളിയിരിക്കുന്നു. ബിനിൽ, ശരി, മുരാരി ബാബുവിന് ജാമ്യം ഇല്ല എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ വാർത്ത. സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബു ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടിയായിരുന്ന സ്വർണമല്ല ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള മുരാരി ബാബുവിന് ജാമ്യമില്ല എന്നുള്ളതാണ് വിജിലൻസ് കോടതി അറിയിക്കുന്നത്. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങൾ നൽകിയത്.